അൻവറിന്റെ കാര്യത്തിൽ നമ്മുടെ ഷബീർ ഉമറാണ് കുറെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്വന്തം റിപ്പോർട്ടറാണ് ഷബീറെ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറുന്നു, അത് ഞങ്ങളുടെ വിഷയങ്ങളാക്കി മാറ്റുന്നു, ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ വോട്ട് നേടുന്നു. പകരം അൻവറിനെ പൂർണ്ണമായി അവഗണിക്കുക. LDF ആയാലും UDF ആയാലും അൻവറിനെ അവഗണിക്കുന്ന ആ നിലപാട് വിജയിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസത്തെ അൻവർ നടത്തിയ റോഡ് ഷോ അത് അക്ഷരാർത്ഥത്തിൽ LDF-നെയും UDF-നെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മളടക്കം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം PV അൻവർ ഒറ്റയ്ക്കാണ്, വേണ്ടത്ര ഒരു സംഘടനാ സംവിധാനം പോലും TMCക്ക് സത്യത്തിൽ കേരളത്തിലായിട്ടില്ല. ഈ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ആവേശത്തിൽ ഒരു പാർട്ടി ഉണ്ട്, ആദ്യം DMK ഉണ്ടാക്കുന്നു, ശേഷം TMC രൂപീകരിക്കുന്നു, അത് ഈ UDF സഹകരണം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇന്നലെ റോഡ് ഷോ നടത്തുന്നു. ആ നിലയ്ക്ക് അൻവറിന് ഈ മണ്ഡലത്തിൽ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥലത്തെ സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കുന്ന റോഡ് ഷോ ആയിരുന്നു ഇന്നലത്തെ. ഒപ്പം തന്നെ PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ആ നിലയ്ക്ക് അതിനെ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട്, നാട്ടുകാരുടെ പിന്തുണയുണ്ട് എന്നതെല്ലാം തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ റോഡ് ഷോ. അപ്പോൾ പൂർണ്ണമായും PV അൻവറിനെ അവഗണിച്ച് ഇരു മുന്നണികൾക്കും പോകാൻ കഴിയുമെന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില പഞ്ചായത്ത്, പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്ത്, അങ്ങനെ ചില പഞ്ചായത്തുകളിൽ അൻവറിന് ചില പോക്കറ്റുകൾ. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, VD സതീശനാണോ മികച്ച ഇലക്ഷൻ മാനേജർ, PV അൻവർ ആണോ എന്നതും കൂടി ഇതിനകത്തൊരു താങ്ക് യു. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പരിണിത പ്രസിഡന്റ് എന്നുള്ള VD സതീശൻ തന്നെയായിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു